കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം CPM കൗൺസിലർമാർ നിരന്തരം തടസ്സപ്പെടുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെയും കൊച്ചി കോർപ്പറേഷൻ്റെയും അഴിമതി ചർച്ച ചെയ്യാതിരിക്കാനാണെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ. ജില്ലാ പഞ്ചായത്തിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത്. കുട്ടികൾക്ക് ശുദ്ധജലം നൽകാനുള്ള പദ്ധതിയിൽ പോലും നിലവാരം കുറഞ്ഞ സാധനങ്ങൾ വാങ്ങി അഴിമതി നടത്തിയത് കുട്ടികളുടെ ആരോഗ്യത്തെ പോലും ബാധിക്കുന്ന വിഷയമാണെന്നും മേയറും കോർപ്പറേഷൻ ഭരണപക്ഷ കൗൺസിലർമാരും കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കൊച്ചി കോർപ്പറേഷൻ ബ്രഹ്മപുരത്തെ മാലിന്യം നീക്കാൻ കരാർ നൽകിയത് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കായ ക്യൂബിക് മീറ്ററിന് 1680 രൂപക്കാണ്. ഈ ഇനത്തിൽ 9.49 കോടി രൂപയാണ് നഷ്ടം വരുത്തിയത് എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട്. മാത്രമല്ല, മാലിന്യം നീക്കം ചെയ്യാതെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് കുഴിച്ചിട്ടതെന്നും അവിടെ ഓഡിറ്റിൽ പരാമർശിക്കുന്നു. ഇത് സർക്കാർ സ്പോൺസേഡ് കൊള്ളയാണ്. കണ്ണൂർ കോർപ്പറേഷൻ കരാർ നൽകിയത് വെറും 640 രൂപക്കാണ്. ഓഡിറ്റ് റിപ്പോർട്ട് നടപടിക്രമം പാലിച്ച് കൗൺസിൽ യോഗം ചർച്ച ചെയ്യുമെന്നിരിക്കെ ഒരേ വിഷയം തന്നെ ഉയർത്തി കൗൺസിൽ തുടർച്ചയായി തടസ്സപ്പെടുന്നത് CPM നടത്തിയ അഴിമതികൾ ചർച്ച ആവാതിരിക്കാനാണ്. മാത്രമല്ല, നഗരവികസനവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള കൗൺസിലർമാരുടെ അവകാശം നിഷേധിക്കുക കൂടിയാണ് ഇതുമൂലം ചെയ്യുന്നതെന്നും മേയർ പറഞ്ഞു. കാരണം നമ്മൾ വിളിച്ച തുകയേക്കാൾ അധികം കൊടുത്താലാണല്ലോ നമ്മളൊരു അഴിമതി എന്ന് പറയാൻ. ഇത് കുറഞ്ഞ തുകയ്ക്ക് നൽകിയ ടെൻഡറിനെ എങ്ങനെ അഴിമതി എന്ന് പറയാൻ സാധിക്കുമെന്ന് നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിൽ പ്രധാനമായും ഇവിടെ CPMനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കൗൺസിൽ യോഗങ്ങൾ നിരന്തരം ഇത്തരം ഇപ്പോൾ അടുത്തിടെയായിട്ട് തുടങ്ങിയ വിഷയമാണ് നിരന്തരം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് ഓഡിറ്റിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നിരന്തരം പത്രങ്ങളിൽ വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ട് ഈ ജില്ലാ പഞ്ചായത്തിനെതിരെയുള്ള ജനരോഷം അത് വഴിതിരിച്ചു വിടാൻ വേണ്ടി ഉള്ളൊരു ശ്രമമാണ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതോടൊപ്പം ജനോപകാരപ്രദമായ പദ്ധതിക്ക് അനുമതി നൽകുക എന്നുള്ളതാണ് ഭരണസമിതിയുടെ ഉത്തരവാദിത്വം. അത് കരാറിനനുസരിച്ചും നിയമപരമായും ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ്. ബയോ മൈനിങ്ങുമായി ബന്ധപ്പെട്ട AGയുടെ ഓഡിറ്റിൽ പരാമർശിച്ചിരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ക്രമരഹിതമായി 1.77 കോടി ചെലവഴിച്ചു എന്നതാണ്. 24,042 ക്യൂബിക് മീറ്റർ മാലിന്യം മാത്രം നീക്കിയതിന് 86 ലക്ഷം രൂപ നൽകേണ്ടിടത്ത് 73,502 ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കിയെന്ന് പറഞ്ഞ് ആകെ 2.63 കോടി രൂപ നൽകിയെന്നതാണ് പരാമർശം. അതായത് നൽകിയ തുക 1.77 കോടി അധികമാണ് എന്നാണ്. ഈ കാര്യത്തിൽ ഓഡിറ്റ് സമയത്ത് തന്നെ ഇതിന്റെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മറുപടി നൽകിയിട്ടുണ്ട്. പ്രസ്തുത മറുപടി ഓഡിറ്റിന്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട്. അത് മറച്ചുവെച്ചുകൊണ്ടാണ് കള്ളപ്രചരണം നടത്തുന്നത്. ടോട്ടൽ സ്റ്റേഷൻ സർവേ വഴി പരിശോധിച്ചും എംബുക്കിൽ കൃത്യമായ മെഷർമെൻറ്റുകൾ രേഖപ്പെടുത്തിയുമാണ് 73,502 ക്യൂബിക് മീറ്റർ നീക്കം ചെയ്തതിൻ്റെ പണം നൽകിയത് എന്നാണ് ഉദ്യോഗസ്ഥർ ഓഡിറ്റ് മുമ്പാകെ മറുപടി നൽകിയിട്ടുള്ളത്. എഗ്രിമെൻ്റ് പ്രകാരം 73,502 ക്യൂബിക് മീറ്റർ നീക്കം ചെയ്താൽ എഗ്രിമെൻ്റ് തുകയായ ക്യൂബിക് മീറ്ററിന് 640 രൂപ പ്രകാരം 4,70 ലക്ഷം രൂപ നൽകേണ്ടിടത്ത് ആണ് 2,63 ലക്ഷം രൂപ നൽകിയത്. യഥാർത്ഥത്തിൽ 2 കോടിയിലധികം രൂപ കുറവാണ് നൽകിയത്. പിന്നെ അളവിലെ വ്യത്യാസം വരുന്നത് 2021 സെപ്റ്റംബറിലാണ് NIT സർവേ നടത്തി മാലിന്യത്തിൻ്റെ മൊത്തം അളവ് 1,23,832 ക്യൂബിക് മീറ്ററാണെന്ന് കോർപ്പറേഷൻ റിപ്പോർട്ട് നൽകിയത്. ഇതിനുശേഷം 1 വർഷം കഴിഞ്ഞാണ് കരാറെടുത്ത കമ്പനി പ്രവൃത്തി ആരംഭിക്കുന്നത്. ഈയൊരു വർഷക്കാലയളവിൽ പ്രതിദിനം ഏകദേശം 3 ടണ്ണിൽ കുറയാതെ മാലിന്യം ചേലോറയിൽ എത്തുന്നുണ്ട്. മാത്രമല്ല, ബയോ മൈനിങ് നടത്തി വേർതിരിച്ച മാലിന്യം അവിടെ നിന്ന് നീക്കാതെ കിടക്കുന്നതിനാൽ അവസാനം NIT നടത്തിയ സർവേയിൽ അതും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യവും ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെഷർമെൻ്റ് എടുത്തതിലും തുക നൽകിയതിലും പാകപ്പിഴകൾ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഉത്തരവാദികൾ അത് പരിശോധിച്ച ഉദ്യോഗസ്ഥരാണ്. ഭരണാനുമതി നൽകുക എന്നുള്ളതാണ് ഭരണസമിതിയുടെ ഉത്തരവാദിത്വം. സാങ്കേതികമായി അളവുകളും മറ്റും പരിശോധിക്കുന്ന വൈദഗ്ധ്യം ഭരണസമിതിക്കില്ല. വസ്തുത ഇതാണെന്നിരിക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് പുകമറ സൃഷ്ടിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതിന് കൃത്യമായ കാരണമുണ്ട്. സോണ്ട എന്ന കമ്പനിയാണ് നേരത്തെ മാലിന്യ നീക്കം സംബന്ധിച്ച കരാർ ഏറ്റെടുത്തിരുന്നത്. അതുമായി ബന്ധപ്പെട്ട CPM ഉൾപ്പെട്ട വിവാദങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. CPMന്റെ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറുമായിരുന്ന വൈക്കം വിശ്വന്റെ മകളുടെ ഭർത്താവായ C. രാജകുമാറാണ് സോണ്ട കമ്പനിയുടെ ഉടമസ്ഥൻ. സർക്കാരിനുള്ള സ്വാധീനം ഉപയോഗിച്ച് കോർപ്പറേഷനിൽ നിന്നും വലിയ തുക അടിച്ചുമാറ്റാൻ ശ്രമം നടത്തി ആ കമ്പനിയെ ഒഴിവാക്കിയത് CPMനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്ന് മേയർ പറഞ്ഞു. പുകമറ സൃഷ്ടിക്കാനാണ് ഇവിടെ ഇടതുപക്ഷ കൗൺസിലർമാരും ബന്ധപ്പെട്ടവരതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചില ആളുകളും ശ്രമിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട കരാറെടുത്തത് സോണ്ട എന്ന കമ്പനിയായിരുന്നു. ഇടതുപക്ഷ കൺവീനറായിരുന്ന വൈക്കം വിശ്വൻ്റെ അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവായ അവരുടെ ഡയറക്ടർ ബോർഡിലുള്ള അത്തരം അംഗങ്ങളുള്ള ആ കമ്പനി അവർ
വലിയ തുകക്ക് ഒരു ക്യൂബിക് ഫീറ്റിന് 1715 രൂപ ഒരു ക്യൂബിക് മീറ്ററിന് അവർ രേഖപ്പെടുത്തിയിട്ടാണ് അവർ എടുത്തിട്ടുള്ളത്. പിന്നീട് ക്വാണ്ടിറ്റി അധികമുണ്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 21 കോടി രൂപ വേണമെന്ന് കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടപ്പോഴാണ് കോർപ്പറേഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിൽ തീരുമാനത്തോടെ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി റീടെൻഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇത്തരം രീതിയിൽ ക്യൂബിക് മീറ്ററിന് ശുചിത്വ മിഷൻ പോലെ നിശ്ചയിച്ചത് 1300 രൂപയാണ്. എന്നാൽ കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥർ നമ്മളെ കണക്കാക്കിയിട്ടുള്ളത് 1046 രൂപയുമാണ്. പക്ഷെ അതിനൊക്കെ താഴെ കേവലം 640 രൂപയ്ക്കാണ് ഇപ്പോൾ പറയപ്പെടുന്ന കമ്പനി, ഈ 3 കമ്പനികളുടെ കൺസോർഷ്യമിലൂടെ ഏറ്റെടുത്തിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, സ്ഥിരം സമിതി അധ്യക്ഷരായ പി ഷമീമ, MP രാജേഷ്, VK ശ്രീലത, സിയാദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു എളയാവൂർ, മുൻ മേയർ TO മോഹനൻ, കൗൺസിലർമാരായ കൂക്കിരി രാജേഷ്, KP അബ്ദുൾ റസാഖ്, ഷബീന എന്നിവരും പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.